ചെയ്യാനും മറക്കരുത്. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ക്രാഫ്റ്റ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിന് ഈ ചാനൽ റെക്കമെൻഡ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിത് MDF ബോർഡിൽ ഒരു സൺഫ്ലവർ പെയിൻറ്റിംഗ് ആണ് നമ്മൾ ജസ്റ്റ് നോക്കുന്നത്. ഇതാണ് MDFിൻ്റെ ബോർഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ജസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പെയിൻറ്റിംഗ് ആട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് വാർണിഷ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ പറയുന്നത്. നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ടൊരു 5-10 മിനിറ്റ് കൂടെ നമുക്ക് ഈ ഒരു പെയിൻറ്റിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിൾ പെയിൻറ്റിങ് എങ്ങനെ അക്രിലിക് കളറാട്ടോ, സാധാ കളേഴ്സ് അല്ല, അക്രിലിക് കളേഴ്സാണ്. അപ്പം ഈ ഒരു പെയിൻറ്റിങ് അക്രിലിക് കളർ പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു MDF ബോർഡ് ഇതുപോലെ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് അക്രിലിക് പെയിൻറ്റ് വെച്ച് അടിച്ചുണക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മണ്ടയിൽ കൂടെയാണ് നമ്മൾ സൺഫ്ലവർ വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഞാനൊരു യെല്ലോ അക്രിലിക് പെയിൻറ്റ് എടുത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്കൂടെ ഞാൻ ഓറഞ്ച് അക്രിലിക് പെയിൻറ്റാണ് പിന്നെ ഞാൻ അടിച്ചത്. ഏകദേശം ഒരു സൺഫ്ലവറിൻ്റെ കളർ ചിലപ്പോൾ നമുക്കൊരു യെല്ലോയിഷ് ഓറഞ്ച് യെല്ലോയിഷ് ആ ഒരു കളറാണല്ലോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ കളർ മാത്രമായിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എടുപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഓറഞ്ച് കളറോടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ അപ്പുറത്തും കുറച്ച് പൂ ഞാൻ വരച്ചിട്ടുണ്ട്. അതുപോലെ ജസ്റ്റ് ഒരു ഫ്ലവർ വരച്ചിട്ടുണ്ട്. കുറച്ച് നമ്മൾ പെറ്റൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചെടുത്താൽ മതി. നമ്മൾ ആ ബ്രഷ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നടുക്കത്തെ ആ പോർഷൻ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. നമ്മൾ ആദ്യം ജസ്റ്റ് പെറ്റലിങ്ങനെ റൗണ്ടിലിങ്ങനെ വരച്ചിങ്ങ് വരിക. അപ്പോൾ ഞാൻ 2 ഫ്ലവേഴ്സ് വരച്ചിട്ടുണ്ട്. മൂന്നാമതൊരു ഫ്ലവറോട് ഞാനിനി അപ്പുറത്തോട്ട് വരയ്ക്കാൻ പോവാണ്. എൻ്റെ നടുക്ക് ഞാൻ കുറച്ച് ബ്രൗൺ കളർ പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. ബ്രൗൺ കളർ പെയിൻറ്റ് ബ്രഷ് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൊട്ടോട്ട് കൊടുക്കുകയാണ്, ഡോട്ട്സ് പോലെ. എന്നിട്ട് ഞാൻ യെല്ലോ പെയിൻറ്റ് കൂടെ അതിന് നടുക്കൂടെ അടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ലീവ്സ് നമുക്ക് വരയ്ക്കാം. ഇപ്പോൾ ലീവ്സ് വരയ്ക്കുമ്പോൾ ഞാനിവിടെ ലീവ്സ് വരച്ച് വെച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും കുറച്ചുകൂടെ ബ്രൈറ്റായിട്ടുള്ള കളേഴ്സ് കിട്ടുകയാണെങ്കിൽ അത് വെച്ച് അടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഞാനിപ്പോൾ ആ ലീവ്സ് ജസ്റ്റ് എടുത്തെറിയാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോ കളറൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അക്രിലിക് പെയിൻറ്റിങ് ഇവിടെ സൺഫ്ലവറിന് സെറ്റായിട്ടുണ്ട് MDF ബോർഡിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആവുന്നതിന് മുമ്പ് ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.